നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ UDF അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസവുമായി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ. എന്നാൽ ഈ പ്രവചനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായി LDF സ്ഥാനാർത്ഥി UR പ്രദീപും പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ പരാജയമാണ് UDFന് അനുകൂലമായ പ്രവചനങ്ങൾക്ക് ആധാരമെന്ന് മുനവറലി തങ്ങൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ മുൻ തെരഞ്ഞെടുപ്പുകളിലെയും എക്സിറ്റ് പോളുകൾ ജനം തിരുത്തിയ ചരിത്രമുണ്ടെന്നും കേരളത്തിൽ 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് UR പ്രദീപിന്റെ പ്രതികരണം. പ്രവചനങ്ങളിലല്ല, ജനങ്ങളിലാണ് വിശ്വാസമെന്നും 5-ാം തീയതി ഇടതുപക്ഷ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ സല്യൂട്ട് സ്വീകരിച്ച ചടങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അത്യാധുനിക ആയുധ പ്രയോഗം, സൈബർ ക്രൈം, ദുരന്ത നിവാരണം എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ 13 വനിതകളടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇനി ജനസൗഹൃദ സേവനത്തിന്റെ പാതയിലേക്ക് ചുവടുവെക്കും. ദേശമംഗലം MSA ബനാത്ത് യത്തീംഖാനയിലെ 4 അന്തേവാസിനികൾ കൂടി മംഗല്യഭാഗ്യം നുകർന്നതോടെ ഈ സ്ഥാപനം വഴി വിവാഹിതരായ പെൺകുട്ടികളുടെ എണ്ണം 200 തികഞ്ഞു. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിക്കാഹ് കർമ്മിത്വം വഹിച്ച ചടങ്ങിൽ MLA-മാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നവദമ്പതികൾക്ക് ആശംസകൾ നേരാനെത്തി. 1993-ൽ 7 കുട്ടികളുമായി തുടക്കം കുറിച്ച സ്ഥാപനം ഇന്ന് 100-ലധികം പെൺകുട്ടികൾക്ക് തണലൊരുക്കി ജില്ലയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഷൊർണൂരിൽ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം അഴുക്ക് ചാലിലേക്ക് ഒഴുകി തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുന്നു. കനത്ത വേനലിൽ ഭാരതപ്പുഴ വറ്റിവരണ്ട് കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലായിരിക്കെ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നഗരസഭയിലെ പലയിടങ്ങളിലും കുടിവെള്ളം എത്താത്ത സാഹചര്യം 24 മണിക്കൂറും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്.